നിങ്ങളുടെ മനസ്സിലുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ, ഈ സൂറത്ത് ഓതിയാൽ 7 ദിവസം കൊണ്ട് അള്ളാഹു നടത്തി തരുമത്രേ. അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. അത്ഭുതം എന്ന് പറഞ്ഞൊരു സൂറത്താണിത്. ഈ സൂറത്ത് നിങ്ങൾ മനസ്സറിഞ്ഞ് 7 ദിവസം പാരായണം ചെയ്യുമ്പോഴേക്ക് 7ാമത്തെ ദിവസം അള്ളാഹു നിങ്ങളുടെ മുറാദ് ഹാസിലാക്കി തരുമത്രേ. പക്ഷേ ചില നിബന്ധനകളുണ്ട് കേട്ടോ, ചില ഷർത്തുകളൊക്കെ ഉണ്ട്. അത് കറക്റ്റാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ മുറാദ് അങ്ങ് ഹാസിലാക്കി തരും. മാത്രമല്ല ഈ സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളിതൊന്ന് പാരായണം ചെയ്താലുണ്ടല്ലോ, നടക്കൂല എന്ന് കരുതിയ ആഗ്രഹം പോലും അള്ളാഹു നടത്തിത്തരും. അതിലപ്പുറം എന്താ വേണ്ടത്? അപ്പോൾ ഏതാണെന്ന് പഠിക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരി ഒന്ന് വിടരട്ടെ. ആ പ്രഭാതത്തിൽ മനോഹരമായൊരു പുഞ്ചിരി. അടിപൊളി ആവട്ടെ. അങ്ങോട്ട് ചിരിക്കുക. അവിടെ ചിരിയൊന്നും മനില്ലല്ലോ. ഇമോജിയിൽ മാത്രം വന്നാൽ പോരാ, ശരിക്കും മുഖത്ത് വരട്ടെ. ചിരിച്ചെല്ലാവരും ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഹംദിൻ്റെ ഫലം തോന്നും ദിനേന നമ്മൾ കാണുന്ന ഓരോ വാർത്തകളില്ലേ. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായ സഹോദരി മക്കളില്ലായിരുന്നു, ഹംദ് ചൊല്ലി ഗർഭിണിയാണെന്ന സന്തോഷ വർത്താനം അറിയിച്ചു. ഞാൻ ഇന്നലെ ഉണർത്തിയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് നാളായി ഭർത്താവിൻ്റെ ദൂഷ്യ സ്വഭാവം കൊണ്ട് പ്രയാസപ്പെട്ട സഹോദരി ആ ഹംദൊക്കെ ചൊല്ലിയിട്ട് റബ്ബുൽ ആലമീനെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഭർത്താവ് നന്നായ സംഭവം. അൽഹംദുലില്ലാ. അങ്ങനെ നിരന്തരം ഈ 1-2 ദിവസത്തിനകം തന്നെ ഒരുപാട് നല്ല വർത്തമാനങ്ങൾ കേൾക്കുകയാണല്ലേ. അൽഹംദുലില്ലാ. ഹംദൊരു വമ്പൻ സംഭവം തന്നെയാണ്. സ്വബാഹുൽ ഖൈർ നഷ്ടപ്പെടുത്തരുത് കേട്ടോ, ഇല്ലേ? സ്വബാഹുൽ ഖൈർ ഒഴിവാക്കിയിട്ടൊരു പരിപാടി ഉണ്ടാവരുത്. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും കൃത്യം രാവിലെ 6 മണിക്ക് സ്വബാഹുൽ ഖൈർ കഴിഞ്ഞിട്ടേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ടൂർ പോകാൻ വിളിച്ചാലും എടി ഇന്ന് സ്വബാഹുൽ ഖൈർ ഉണ്ട്, അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ ഇനി യാത്രയുടെ ഇടയിലാണെങ്കിലും സ്വബാഹുൽ ഖൈറിൻ്റെ സമയം നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാമെന്ന് പറയണം. കാരണം ഹംദാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിന് ഹംദ് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്ത് നമുക്ക് പഠിക്കാം, ഇല്ലേ? ഈ സൂറത്തിൽ വളരെ കുറച്ച് ആയത്തേ ഉള്ളൂ, 93 ആയത്തേ ഉള്ളൂ. നമ്മൾ സാധാരണ യാസീനൊക്കെ ഓതുന്ന സമയം അത്രയും മതി ഈ സൂറത്ത് ഓതാനായിട്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട. നമ്മുടെ യാസീൻ ഓത്തൊരു വല്ലാത്ത ആദ്യം ഓത്താണ്. യാസീനുൽ ഖുർആനിലേക്ക് അങ്ങനത്തെ ഓത്തല്ല, മര്യാദക്കൊരു യാസീൻ ഓതുന്ന സമയമുണ്ടല്ലോ, ആ യാസീൻ ഓതുന്ന സമയം മതി ഈ സൂറത്ത് ഓതാനായിട്ട്. പരിശുദ്ധ ഖുർആനിലെ 27ാമത്തെ അധ്യായം സൂറത്തുൻ നംൽ. ചെറിയൊരു ഉറുമ്പിൻ്റെ പേരിലാണ് സൂറത്ത് അറിയപ്പെടുന്നത്, അല്ലേ? അതിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്യുമ്പോൾ അവിടെ ഉറുമ്പിനോട് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഉറുമ്പിൻ്റെ സംസാരം കേൾക്കുന്ന സയ്യിദുന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ആ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന വലിയ അത്ഭുതം നിറഞ്ഞൊരു സൂറത്താണ് യഥാർത്ഥത്തിൽ സൂറത്തുൻ നംൽ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലൊരു മുറാദുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിലൊരു മുറാദുണ്ട്, ഇല്ലേ? മക്കത്തൊന്ന് പോകണം, മദീനത്ത് മുത്തുനബിയുടെ അടുക്കലൊന്ന് പോകണം, ഹബീബിനൊന്ന് കാണണം, കച്ചവടത്തിൽ ബർക്കത്ത് വേണം, കടക്കണിയിലൊന്ന് രക്ഷപ്പെടണം, ഒരു കുഞ്ഞിക്കാല് കാണണം, കല്യാണം നടക്കണം, വീട് പണി നടക്കണം, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ട്. നല്ല നെയ്യത്തിൽ നമ്മൾ ഈ പറയുന്ന നിബന്ധനകളൊക്കെ വെച്ച് നിങ്ങളൊരു 7 ദിവസം ഈ സൂറത്തൊന്ന് ഓതി നോക്കൂ. അള്ളാഹു 7ാമത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു ഷർത്ത് കറക്റ്റാണെങ്കിൽ, ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അള്ളാഹു റബ്ബുൽ ആലമീൻ ആ മുറാദ് ഹാസുലാക്കി തരും, അതിനുള്ള മാർഗം എളുപ്പമാക്കി തരുമെന്ന് ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞ അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ മഹത്തുക്കളായ അയിമ്മത്തുകൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നിബന്ധനകൾ നമുക്കൊന്ന് പഠിക്കണ്ടേ? വെറുതെ അങ്ങോട്ട് ഓതിയാൽ പോരാട്ടോ, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് തജ്വീദോടുകൂടെ ഓതുക. വറത്തിലിൽ ഖുർആന തർത്തീല. നബിയെ അങ്ങ് ഖുർആൻ തജ്വീദോടുകൂടെ ഓതണേ നബിയെ എന്നാണ്. ഖുർആനാണ്, വെറുതെ എങ്ങനെ ഓതാൻ പാടില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മളെ യാസീൻ ഓത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അസ്റാത്തി മുസ്ലിം അൻസിറയും എന്തുട്ടത്? യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഹക്കീം നമ്മൾ ഓതലെങ്ങനെ? വൽ ഖുർആനിൽ ഹകീം, ഹക്കീം, ഇല്ലേ? എങ്ങനെയൊക്കെ അർത്ഥം മാറാണ്.
വേണ്ട, പഠിക്കൽ നിർബന്ധമുള്ള ഫാത്തിഹയുടെ അവസ്ഥ എന്താ? ഇയ്യാക നഅ്ബുദു, നമ്മളും ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലായിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മൾ അൽഹംദു എന്ന് ഓതിയ നിസ്കാരം തന്നെ ബാത്തിലായിപ്പോയി. പൊന്നുസ്താദെ പഠിക്കാൻ പറ്റില്ല, പഠിക്കണം, അല്ലെങ്കിൽ നിസ്കാരം തന്നെ ശരിയാവൂല. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ തജ്വീദ് അനുസരിച്ച് ഓതുക. ഒരു അവധാനതയോടെ തിരക്കൊന്നും പിടിക്കണ്ട, പതിയെ ഓതിയാൽ മതി. അപ്പോൾ തജ്വീദ് അനുസരിച്ച് ഓതുക. രണ്ടാമത്തേത് തെറ്റുകൂടാതെ ഓതുക. തെറ്റുകൂടാതെ ഓതുക. നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ സൂറത്തുൻ നംലിൽ നിന്ന് അടിച്ചു കൊടുത്താൽ പല വ്യത്യസ്തങ്ങളായ ഇമാമിങ്ങളുടെ പാരായണങ്ങൾ നമുക്കതിലിങ്ങനെ കേൾക്കാം. നല്ല ഇമ്പമാർന്ന പാരായണങ്ങൾ അല്ലേ? ഖുർആനിൻ്റെ ഒച്ചൊക്കെ ഒന്ന് കേൾക്കിടക്കിടക്ക് മനസ്സിന് സമാധാനമാണ്. ഈ മ്യൂസിക് കേൾക്കുക എന്ന് പറയുന്നത് പിശാചിൻ്റെ സ്വഭാവമാണ്. ആ സമയത്ത് നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടെന്നുള്ളത് താൽക്കാലികമായി പിശാച് തോന്നിപ്പിക്കുന്നൊരു സംഗതിയാണ്. യഥാർത്ഥ സമാധാനം കിട്ടൂല. അത് ഖുർആൻ കൊണ്ടേ കിട്ടുള്ളൂ, സ്വലാത്ത് കൊണ്ടേ കിട്ടുള്ളൂ. മുത്ത് ഹബീബിൻ്റെ മദ്ഹുകളൊക്കെ കേൾക്കാട്ടോ. ഹറാമായ സംഗീതം കൊണ്ട്, ഹറാമായ മ്യൂസിക് കൊണ്ട് ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് സമാധാനം കിട്ടൂല. അപ്പോൾ നല്ല നിലക്ക് തെറ്റില്ലാതെ അക്ഷരശുദ്ധിയോടുകൂടെ ഓതാ. മൂന്നാമത്തേത് നല്ല നെയ്യത്തോടുകൂടെ ഓതാ. ഏതായാലും ഉസ്താദ് പറഞ്ഞല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ ശ്രമം അല്ലാഹ്ക്ക് വേണ്ട കേട്ടോ. ശ്രമിച്ചു നോക്കലൊന്നും ഇവിടെയില്ല. നമ്മൾ പഠിച്ചു, ഇൻഷാ അല്ലാഹ് എൻ്റെ റബ്ബ് എൻ്റെ ആഗ്രഹം ഉറപ്പായി സാധിപ്പിച്ചു തരും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏത് കർമ്മവും അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നീയത്ത് കറക്റ്റ് ആവണം, നീയത്ത് ഉണ്ടാവണം. നീയത്തില്ലെങ്കിലും മയ്യത്താവും എന്ന് പറഞ്ഞതുപോലെ നീയത്തില്ലെങ്കിൽ ഒരു സംഗതി നടക്കൂല. മനസ്സിലാവുന്നുണ്ടോ? ഏതായാലും ഉസ്താദ് പറഞ്ഞ് ഒന്ന് എറിഞ്ഞു നോക്കാം, ഒന്ന് എറിഞ്ഞു നോക്കാം. അപ്പോൾ അങ്ങനെ എറിഞ്ഞു നോക്കിയാൽ പറ്റൂല. നമ്മുടെ കൽബറിയുന്ന നാഥൻ, രഹസ്യത്തെ പടയ്ക്കുന്ന നാഥൻ, അവനെ പറ്റിക്കാൻ പറ്റുമോ? അങ്ങനെ ചക്ക വീണൊന്നും മുതൽ ചാവില്ല. ഇവിടെ കൃത്യമായ നീയത്ത് വേണം. അള്ളാഹ്ക്ക് വേണ്ടി ഓതുന്നു, എൻ്റെ മനസ്സിൽ പടച്ചോനെ എൻ്റെ ഈ ലക്ഷ്യങ്ങൾ പൂർത്തിയാകാൻ ഉറപ്പായി നീ എനിക്ക് തരുമെന്ന് ഉറപ്പാണ് അള്ളാഹ് എന്നുള്ള ബോധ്യത്തിൽ തന്നെ ഓതണം. നാലാമത്തേത് കൂലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഇനിയിപ്പോൾ പടച്ചോനെ നീ എന്തെങ്കിലുമൊക്കെ ഒരു ഹൈറ് കൊണ്ട് ചിലപ്പോൾ ഞാൻ ചോദിച്ചത് തരൂല. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല റബ്ബ്, പിന്നെയോ എനിക്ക് ഗുണമുള്ളത് തരുന്നവനാണ് റബ്ബ്. ചിലപ്പോൾ ഞാൻ പടച്ചോനെ കടം വീട്ടണേ, അപ്പോൾ ആ സമയത്ത് കടം വീട്ടിയാൽ ചില പ്രശ്നങ്ങൾ നിനക്ക് വരാനുണ്ട് എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് അള്ളാഹ് കടം വീട്ടിത്തരൂല. ഇപ്പോൾ നമ്മുടെ സങ്കടം, ഞാൻ ദൂരം ചോദിച്ചിട്ടും അള്ളാഹ് തന്നില്ല എന്ന് പറയരുത്. എൻ്റെ റബ്ബ് ഹൈറല്ലാത്തത് കൊണ്ട് ആ സമയത്ത് തന്നില്ല, അത് മനസ്സിലാക്കുക. റബ്ബിനെ തിരിച്ചറിഞ്ഞ് ഹംദ് പറയുന്നവരാ നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനിയിപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ തന്നെയും അള്ളാഹു എന്ത് ചെയ്യും? അതിന് പ്രതിഫലം തരും, ധാരാളം തരും. ആ പ്രതിഫലം നീ തരണേ അല്ല എന്നുള്ള ബോധ്യത്തിൽ, ആ ഒരു എൻ്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഓതാം. അഞ്ചാമത്തേത്, ഈ സൂറത്ത് തുടങ്ങും മുമ്പ് അഊദ് പാരായണം ചെയ്യാം. അതായത് ഇത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശൈത്താൻ നമ്മളിങ്ങനെ കോട്ടുവായിക്കിട്ട് ഉറക്കും. മതി, ഇതൊന്നും ഇപ്പോൾ നടക്കില്ല. പിന്നെ മൊയിലിയാർ പറഞ്ഞ പോലെ 7 ദിവസം കൊണ്ട് അങ്ങ് നടക്കുകയാണ്. പിന്നെ ശൈത്താൻ ഇങ്ങനെ ചെവിയിലോരോന്ന് പറയും. അപ്പോൾ മനസ്സിൽ തോന്നും, ഒന്ന് ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ കിട്ടിയാലാ. അങ്ങനെയൊന്നും കിട്ടൂല. അപ്പോൾ അഊദ് ഓതി ആദ്യം പിശാചിനെ പടിക്ക് പുറത്ത് നിർത്തണം. പിശാചിനെ മാറ്റി നിർത്തി ഖൽബിൽ അല്ലാഹനെ ഉറപ്പിച്ചിട്ട് വേണം ഈ സൂറത്ത് ഓതാൻ. എങ്കിലേ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. ഇനി ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് ഖുർആൻ ഓതിയാലും അതിനുശേഷം ഉടൻ തന്നെ ദ്വാരക്ക. നമ്മൾ ഹത്തം തീർക്കുമ്പോൾ ഹത്തം ദുആ ചെയ്യാറുണ്ടല്ലോ, എന്നതുപോലെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ദുആ ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ 7 ദിവസം നിയ്യത്താക്കിയിട്ട് ഈ സൂറത്ത് ഓതുമ്പോൾ ആദ്യത്തെ ദിവസം ഓതിക്കഴിഞ്ഞ ഉടൻ തന്നെ ദുആ, രണ്ടാമത്തെ ദിവസം ഓതിക്കഴിഞ്ഞ ഉടൻ തന്നെ ദുആ, അങ്ങനെ 7 ദിവസവും നിരന്തരം മനസ്സറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്യുക. ഈ പറഞ്ഞ 6 നിബന്ധനകളും പക്കയാണെങ്കിൽ ഉറപ്പിച്ചോ, അള്ളാഹു കാര്യം നടത്തി തരും. ഇനി ചിലപ്പോൾ നടക്കാതെ വന്നാൽ എന്തു ചെയ്യും? അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ നമ്മൾ ഈ ഷർത്ത് ഒന്നും പാലിച്ചിട്ടുണ്ടാവില്ല, തെറ്റി ഓതിയിട്ടുണ്ടാകാം. അല്ലെങ്കിലോ നമുക്കതിൽ ഹൈറുണ്ടാവില്ല, നമ്മൾ ചോദിച്ചതിൽ ഹൈറുണ്ടാവില്ല. മക്കളെ പടച്ചോനെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി, ഞാനിപ്പോൾ 7 ദിവസം നെയ്യത്താക്കി ഓതുകയാണ്. 7 ദിവസം കഴിഞ്ഞിട്ടും എനിക്കതിലേക്കുള്ളൊരു സൂചന പോലും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു, ഒരു സൂചന പോലും കിട്ടണില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ അപ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകല് ഹൈറല്ല. ഇത് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ ഓതിയത് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല നെയ്യത്തിൽ ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ ഒപ്പിച്ച് ചോദിക്കുക, അള്ളാഹു കാരുണ്യവാനാണ്, അവൻ തരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖറഅ തസീൻ, ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ തസീൻ എന്നാണ്, തസീൻ ഇല്ലേ, ത്വായാണ് ആദ്യം ഉള്ളത് അല്ലേ. അപ്പോൾ ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ, സൂറത്തുൽ നംൽ ആരെങ്കിലും പാരായണം ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താ? മഹാനായ സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സുലൈമാൻ നബിയെ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരുമായ ആളുകൾ എത്രയുണ്ടോ അത്രയും ആളുകളുടെ 10 ഇരട്ടി പ്രതിഫലം. അങ്ങനെ
സുലൈമാൻ നബിയെ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരുമായ ആളുകൾ എത്രയുണ്ട്? സുലൈമാൻ നബിയെ വിശ്വസിക്കാത്തവരാണ് ജൂതന്മാർ, വിശ്വസിച്ചവരാണ് മുസ്ലിമീങ്ങൾ, അല്ലേ? അപ്പോൾ സുലൈമാൻ നബിയെ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരായിട്ട് ഒരുപാട് ആളുകൾ, കോടാനുകോടി ആളുകളുണ്ട്. അതിൻ്റെ മൊത്തത്തിലുള്ളതിൻ്റെ 10 ഇരട്ടി പ്രതിഫലം കിട്ടും. സുലൈമാൻ നബി മാത്രമല്ല, വഹൂദ വ ശുഐബിം വ സ്വാലിഹിം വ ഇബ്രാഹിം. അപ്പോൾ സുലൈമാൻ നബി, ഹൂദ് നബി, ശുഐബ് നബി, സ്വാലിഹ് നബി, ഇബ്രാഹിം നബി, ഈ 5 നബിമാരെ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരുമായ കോടാനുകോടി മനുഷ്യന്മാരുണ്ടല്ലോ, അത്രയും ആളുകളുടെ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു ഈ സൂറത്ത് ഓതിയവന് നൽകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ മഹത്വം പറയണത് കാണാം. ഈ സൂറത്ത് ഇങ്ങനെ പതിവാക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ഇത് ആദ്യത്തെ ഒരു 7 ദിവസം ഓതി അങ്ങ് നിർത്തരുത്. നമ്മുടെ ആ ഒരു ഇഖ്ലാസ് ശരിയാണോ എന്ന് നോക്കാനായിട്ട് പഠിച്ചോളത് ഇങ്ങനെ ചെക്ക് ചെയ്യും. ഇഖ്ലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ആദ്യത്തെ 7 ഓത്, പിന്നെ അടുത്ത 7 ഓത്, അങ്ങനെ നിങ്ങളൊന്ന് പതിവാക്കി നോക്കുക. അള്ളാഹു അതിന് വലിയ പ്രതിഫലം തരുന്നേ. നിങ്ങളുടെ ആഗ്രഹം അള്ളാഹ് സാധിപ്പിച്ചു തരും. ഇനി മാത്രമല്ല, വയഖ്റുജു മിൻ ഖബരിഹി വഹുവ യുനാദി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖബറിൽ നിന്ന് അവരിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ അവർ വിളിച്ചു പറയണത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞാൽ പറയുന്നത് എഴുന്നേറ്റ് വരണത്. എന്തൊരു ഭാഗ്യമാണ്. ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇത് ചതിയുടെ കാലമാണല്ലേ. എല്ലാവരും വഞ്ചിക്കുകയാണ് മനുഷ്യന്മാരെ. എൻ്റെ ഭർത്താവ് അവിഹിതത്തിൽ പെട്ടു എന്ന് പറഞ്ഞ സഹോദരിമാർ എത്ര പേരാ? ഇന്ന് ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ, വഞ്ചിക്കുന്നവർ ഒരിക്കലും രക്ഷപ്പെടില്ല കേട്ടോ. അള്ളാഹ് നല്ല കഠിനമായ അദാബ് തരും. വഞ്ചിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അള്ളാഹുവിൻ്റെ അതികഠിനമായ അദാബ് അവർക്കുണ്ട്. അപ്പോൾ മൻ ഖറഅ സൂറത്തുൻ നംൽ, സൂറത്തുൻ നംൽ ഒരാൾ പതിവായി പാരായണം ചെയ്താൽ അയാൾ ആരും പറ്റിക്കൂല, വഞ്ചിക്കൂല എന്നാണ്. ഭർത്താവ് വഞ്ചിക്കൂല, ഭാര്യ വഞ്ചിക്കൂല, മക്കൾക്ക് വഞ്ചിക്കാൻ കഴിയില്ല. മക്കൾ ഇന്ന് വാപ്പാനും ഉമ്മാനെയും പറ്റിച്ച്. ഇപ്പം നമ്മുടെയൊക്കെ കോളേജിലെ അവസ്ഥ എന്താ, അല്ലേ? ഒരു കോളേജ് അധ്യാപകനായി തന്നെ ഞാൻ പറയാണ്, മക്കളൊക്കെ വന്നത് വാപ്പാനും ഉമ്മയുടെ മുമ്പിൽ ഉമ്മ കൊണ്ടുവന്നാക്കുമ്പോൾ നല്ല മഫ്തയൊക്കെ റോൾ ചെയ്തിട്ടാണ്. ഉമ്മ പോയി കഴിയുമ്പോൾ മഫ്തയൊക്കെ എടുത്ത് കാട്ടിലേക്ക് ഇട്ട് അന്യപുരുഷൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന മക്കളാണ്. വാപ്പാനും ഉമ്മാനെ വഞ്ചിക്കുന്ന മക്കളാണ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ടായി ആക്കാണ്, അല്ലേ? എന്നാൽ മക്കൾ വഞ്ചിക്കൂല. ഈ സുഹൃത്ത് പതിവാക്കിക്കോ. മാതാപിതാക്കൾ മക്കളെ വഞ്ചിക്കണ കാലമാണ്. അങ്ങനെ മാതാപിതാക്കളും വഞ്ചിക്കൂല, പതിവാക്കിക്കോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വഞ്ചനയിൽ നിന്ന് പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ ഇത് ശരിക്കും ഡെയിലി പാരായണം ചെയ്തു കേട്ടോ. ഒരുപാട് വഞ്ചനയുടെ മേഖലയാണ് യഥാർത്ഥത്തിൽ ബിസിനസ്സും മറ്റു മേഖലകളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ വല്ലാത്തൊരു കാവൽ ഈ സൂറത്ത് കൊണ്ട് തരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നങ്ങ് തുടങ്ങിക്കോ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല സമയത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയാൽ അത് നല്ലതാണ്. അല്ല എനിക്ക് മഗ്‌രിബ് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ, ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ആ ഒരു മുടങ്ങാതെ എല്ലാ ദിവസവും കറക്റ്റ് സമയത്തിന് 7 ദിവസം നിയ്യത്താക്കി ബിസ്മി ചൊല്ലി വുളൂയോടുകൂടി ഇരുന്ന് ഓതിക്കോ. അള്ളാഹു എല്ലാം റാഹത്താക്കി തരും. തുടങ്ങൂലേ? അള്ളാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ. നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാതിരിക്കരുത്, ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത്. ഇത്ര ആളുകൾ ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര ആളുകൾ കാണും, അല്ലേ? എത്ര ആളുകളിലേക്ക് ഇൽമെത്തും, എത്ര പേര് അൽഹംദുലില്ലാ പറയും. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയല്ലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം മഹാനായ മാലിക് ഇമാമിൻ്റെ, അല്ലേ? ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യനായ ഒരു മദ്ഹബിൻ്റെ ഇമാമുണ്ട്. അതാരാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. പറഞ്ഞത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നിൻ്റെ കാരുണ്യം നൽകണേ അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മനസ്സിൽ എന്ത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിലിരിക്കുന്നത്, എന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ.
സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.